ഓക്കെ. ടിറ്റോ ബ്രോ കേൾക്കുന്നുണ്ടോ? വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കാം. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസിന് പറയാൻ കേട്ടോ. ഇല്ല കുഴപ്പമൊന്നുമില്ല. ലാജു ബ്രോനും മുന്നേ ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല അല്ലേ? ഇല്ല. ഇൻവെസ്റ്റ്മെന്റോ ഒന്നുമില്ല, ഇന്ത്യൻ മാർക്കറ്റും ഇല്ല. സാധാരണ ചെയ്യേണ്ടതാണല്ലോ ചില ആൾക്കാരൊക്കെ. ഓൾമോസ്റ്റ് എല്ലാവരും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യാറുണ്ട്. മേ ബി ഓൾമോസ്റ്റ് പരിചയപ്പെട്ട എല്ലാവരും ചെയ്യാറുണ്ട്. പിന്നെ അവരൊക്കെ തന്നെ വർക്കിൻ്റെ ഇടയിലായ കാരണം പിന്നെ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് വിട്ടിട്ട് പോകാൻ അത് കളഞ്ഞു പോകില്ല. അപ്പോൾ അവർ പിന്നെയും അത് കവറപ്പ് ചെയ്യാൻ നോക്കും. പിന്നെ ഉള്ള അടുത്തൊരു ഓപ്ഷൻ, ഈ പുറത്തെ കൺട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അടുത്തൊരു ഓപ്ഷൻ പറയുമ്പോൾ ഫോറക്സ് മാർക്കറ്റുള്ളൂ. ഫോറക്സ് മാത്രമേ ഉള്ളൂ. അത് പുറത്ത് കൺട്രി മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഫോറക്സ് ആണ് സൂട്ടബിൾ. കാരണം 24 hours അല്ലേ വരുന്നത്. 24/5 ആയാലും അവരുടെ ഇഷ്ടത്തിനും ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും ഇതിന് ചെറിയ ഡിഫറൻസ് പറഞ്ഞുതരാം. ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക 9:15 ഓപ്പൺ ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക 9:15. ആക്ച്വലി 9 മണിക്ക് ഓപ്പൺ ചെയ്യും, പക്ഷെ അത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. 9 മണി ടു 9:15 വരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. മോർണിംഗ് 9 ടു 9:15 വരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അത് വലിയ പ്ലേയേഴ്സിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കേട്ടിട്ടുണ്ടോ? FIIs എന്ന് പറയും, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ്. അത് അവർക്ക് മാത്രമാണ് ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻ ആ സമയത്തുള്ളൂ. നമുക്ക് എന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുക വൈകുന്നേരം 4 മണിക്ക് ക്ലോസ് ചെയ്യുക. 9 to 4 ക്ലോസിങ് മാർക്കറ്റിൻ്റെ ടൈം. പക്ഷെ നമ്മൾ റീറ്റെയിലേഴ്സാണ്. നമുക്ക് നമ്മുടെ ട്രേഡിങ് ടൈം പറയുന്നത് 9:15 മുതൽ 3:30 വരെ നമുക്ക് സമയമുള്ളതിൽ. 9:15 മുതൽ 3:30 വരെ സമയമുള്ളൂ. ഓക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് ട്രേഡ് ചെയ്തോളാം. ഇപ്പോൾ ഈ 9:15 മുതൽ 3:30 പറയുമ്പോൾ എല്ലാവരും ഒരു കോമൺ മാൻ്റെ, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു കോമൺ മാൻ്റെ വർക്കിംഗ് ഹവറാണത് അല്ലേ. അപ്പോൾ അവർക്ക് ആ ജോബ് ഇടയിൽ ഈ ട്രേഡിങ് നടക്കില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ രാവിലത്തെ ഒരു 11:30-12 മണി വരെ നല്ലൊരു മൊമെൻ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റിൽ മൊമെൻ്റ് ഉണ്ടാവില്ല. സൈഡ് വേസ് ആയിരിക്കും, ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അടുത്തൊരു മൊമെൻ്റിൽ ക്രിയേറ്റ് ചെയ്യുക, അടുത്തൊരു വോളിയം, അടുത്ത നല്ലൊരു ഒരു തിരക്ക് അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ പ്രസൻസ് വരിക, ഒരു 2.5 ക്യാഷ് വരിക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിന്. ഫോറക്സ് മാർക്കറ്റ് അങ്ങനല്ല, 24 hours റണ്ണിങ് ആണ്. അത് നല്ല വോളറ്റൈലിറ്റി ഉണ്ട്. കാരണം എന്താ, പല രാജ്യങ്ങളും എൻ്റർ ആവുന്നത് പല സമയത്താണ്. അതുകൊണ്ടാണ് ഫോറക്സിന് ഇത്ര ഡിമാൻഡ്. പക്ഷേ ഫോറക്സ് ട്രേഡിങ് ആൾക്കാർ പഠിക്കാൻ ഇത്ര ആഗ്രഹിക്കാൻ കാരണം. ഓക്കെ, ജസ്റ്റ് ഇതൊന്നും ചെറിയ ബ്രീഫ് പറയുന്നത് മനസ്സിലായി വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ലൈജു ബ്രോനും അതുപോലെ തന്നെ മാമിന്റെ പേരെന്തായിരുന്നു? അനു അല്ലേ? ഓക്കെ, ഇതിൽ പേര് കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ ഇതിലെന്താ കാണുന്നില്ല? ഇതിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒന്ന് ഒറ്റ മിനിറ്റ്. ഓക്കെ, സ്ക്രീനിൽ ഇപ്പോൾ ഈ PPT കാണുന്നുണ്ടോ? PPT ഇല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. എനിക്ക് ഇത് കാണുമെന്ന് അറിയത്തില്ല. ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ ആരെങ്കിലും ഒരാൾ. സ്ക്രീനിൽ PPT കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡിലെ മേജർ കറൻസീസ് കൊടുത്തിരിക്കുന്നത്. വേൾഡിലെ മേജർ കറൻസീസ് ആയി കാണുന്നത് US ഡോളർ, യൂറോ, JPY, അതുപോലെ തന്നെ GBP, AUD, CAD, NSD, CHF. ഇത് ഷോർട്ട് നെയിം ആണ്. ഇതിൻ്റെ ഫുൾ നെയിം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. മേ ബി നിങ്ങൾക്ക് എല്ലാവരും അറിയുണ്ടാവും അല്ലേ, എല്ലാ പ്ലേയേഴ്സിൻ്റെയും. ഓക്കെ, അതുപോലെ ഫോറക്സിൽ നമ്മൾ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് പറയുമ്പോൾ നമുക്ക് ടു ടൈപ്സ് ട്രേഡിങ്സ് ഉള്ളത്. ഒന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങും, ഒന്ന് ഫോറക്സും അല്ലേ. ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡിംഗ് പറയുമ്പോൾ പ്യുവർലി അത് സ്റ്റോക്സിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. ഒരു കമ്പനിയുടെ ഷെയർസാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഇപ്പോൾ മാരുതി, ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ്, ഇതിൻ്റെയൊക്കെ കമ്പനികളുടെ ഷെയറാണ് ട്രേഡ് ചെയ്യുക. പക്ഷെ അത് ഫോറക്സിലോട്ട് വരുമ്പോൾ
അത് തികച്ചും പെയേഴ്സാണ് വരിക. പെയേഴ്സ് രണ്ട് രാജ്യങ്ങളുടെ രണ്ട് നാഷണാലിറ്റിയുടെ കറൻസികളായി ട്രേഡ് ചെയ്യുക. ഫസ്റ്റ് USD. ആ മതിയായ മതിയോ? യെസ്. ഹലോ റിയൽ ക്ലാസ് ഉണ്ടല്ലോ. ഹലോ ബ്രോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഫസ്റ്റ് ക്ലാസ് കേട്ടിരുന്നോ? ഞാൻ ഫസ്റ്റ് ക്ലാസ് ഞാൻ കേട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇതിലോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ക്ലിയർ ആയിട്ട്. ഞാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എങ്ങനെയാ ഇതിലോട്ട് വരുന്നത്, ഈ പേജിലോട്ട് വരാനായിട്ട്. ആ യൂട്യൂബ് ലിങ്കിലോട്ടോ? ആ ഈ അല്ല, യൂട്യൂബ് ലിങ്കിലേക്കല്ല, ഇപ്പൊ ഈ കാണിക്കുന്ന ഈ ഡിസ്പ്ലേ ചെയ്യുന്ന പേജിലേക്ക് വരാനായിട്ട് ഇത് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഇത് സെപ്പറേറ്റ് PPT ആ, നമ്മളത് ഷെയർ ചെയ്തിട്ടില്ല. അത് ആ വീഡിയോയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ. പേരെന്തായിരുന്നു? എന്റെ പേര് ടോണി. പിന്നെ ട്രേഡ് എക്സ്പീരിയൻസ് വലുതുണ്ടോ? ഒരു എക്സ്പീരിയൻസും ഇല്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിലാണ് കൂടുതൽ എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. താങ്ക്സ്. എനിക്ക് അല്ലാതെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെറ്റൽ സ്ക്രാപ്സും ഡീസൽ ട്രേഡിങ്ങിലൊക്കെ ആയിരുന്നു. അത് ഫിസിക്കലി ചെയ്തതാ, അല്ലാതെ ഓൺലൈൻ ട്രേഡിംഗ് അല്ല. ഓൺലൈൻ ട്രേഡിംഗ് അല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബ്രോ എവിടെ വർക്ക് ചെയ്യുന്നത്? നാട്ടിലാണോ? ഞാൻ UK-ലാണ്. UK-ലാണല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും UK-ലാണല്ലേ? ഇതിലത്തെ എല്ലാവരും UK-ലല്ലേ? ഞാൻ UK-ആണ്. അനു മാമോ? ഞാൻ കാനഡയിലാണ്. ഓക്കെ. ഇതിൽ ഭൂരിപക്ഷം UK-ആണ്. ഓക്കെ. നമ്മുടെ വേറെ ബാച്ചിൽ അതിൽ ഓൾമോസ്റ്റ് 4 or 6 പേരെങ്ങാണ്ട് അയർലാൻഡ് ഉണ്ട്. ക്ലാസ് എന്തായാലും 6 പേര് എന്തായാലും ഒരുമിച്ചുണ്ടാവും. അവരെല്ലാരും വർക്കിംഗ്. ഞാൻ ഈ ചോദിക്കുന്നത്, നമുക്ക് ഈ ഫോറക്സ് മാത്രമേ ഉള്ളൂ ഇതിന്റെ അത് ട്രേഡിംഗ് നടത്തുന്നത്, അതോ നമ്മള് ഗോൾഡും വേറെ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്? നമ്മൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ഫോറക്സ് അല്ല എന്നാ പറയപ്പെടുന്നത്. എന്നാൽ കമ്മോഡിറ്റി അണ്ടറിലാണ് ഗോൾഡ് വരിക. പക്ഷെ XAUSD ഇപ്പൊ XAUSD പറയുമ്പോൾ US$ ആണല്ലോ. അപ്പൊ അത് നമ്മൾ ഫോറക്സിന്റെ അണ്ടറിലാണ് വരിക. അത് ഫോറക്സിന്റെ അണ്ടറിലും ഉൾപ്പെടുത്തതിന് USD റിലേറ്റഡ് ആയിട്ട് എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും ഗോൾഡിനെ എഫക്ട് ചെയ്യും. അത് ബിറ്റ്കോയിൻ ഈ പറയുന്നത് ക്രിപ്റ്റോന്റെ അണ്ടറിലാണ് വരിക. പക്ഷെ ബിറ്റ്കോയിൻ നമ്മൾ ഇതിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം BTC USD ആണ് വരിക, അല്ലെ? അപ്പൊ $. എന്ത് മൊമെന്റ് വന്നാലും ആ BTC-നെ എഫക്ട് ചെയ്യും. അത് ഈ ബിറ്റ്കോയിന്റെ ഇപ്പം പ്രൈസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇപ്പൊ 65 to 70 ആണ് പ്രൈസ് നിൽക്കുന്നത്. എങ്ങനെയാ 65 to 70 എന്ന് പറഞ്ഞാൽ? $65,000. $65,000. എന്താണേ 50 ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 ഫിൽസ് ആയിരുന്നു. ദുബായില് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 50 ഫിൽസിന് വന്ന സാധനം. അത് $1,24,000 മൂവ് ചെയ്തിട്ടുണ്ട്. 50 ഫിൽസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ 5 രൂപയ്ക്ക് വന്ന ഒരു സാധനമാണ് ഇപ്പൊ ഇത്രയും $. വന്നേക്കുന്നത്. പക്ഷെ അന്ന് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ എന്താണ് സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ വേറെ ഇപ്പോഴും അത് പ്രോപ്പർ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഒന്നും നടക്കുന്നില്ല ഇപ്പോഴാണേലും. ആൾക്കാർ ഇപ്പോഴും അതൊരു ഭയത്തോടെയാണ് കാണുന്നതിനെ. എന്തുകൊണ്ടറിയോ? അത് മാർക്കറ്റ് ഇപ്പൊ പലരും പറഞ്ഞേക്കാറുണ്ട്, ഇപ്പൊ ഈ ബിറ്റ്കോയിൻ ഇനി മേടിക്കണ്ട, അത് ഫുൾ ക്രാഷ് ആവുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്സ് ഇത് ഇനി മേടിക്കണ്ട, ഫുൾ ക്രാഷ് ആകാൻ പോകുന്നു പറഞ്ഞേക്കുന്നുണ്ട്. അത് ഇവർക്ക് ഞാനും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാനും മാർക്കറ്റിൽ ഫസ്റ്റ് എൻ്റർ ആയ സമയത്ത് വലിയൊരു ഫോൾ കാണാൻ പേടിച്ചിട്ടുണ്ട്. സംഗതി എന്താ അറിയോ? ഒരു ഫോളാണ് ഒരു ബയേഴ്സ് അടുത്ത ഇൻവെസ്റ്റ്മെന്റിൽ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നമ്മളെല്ലാവരും ഒരു സാധനം മേടിക്കാൻ നിൽക്കണം, അല്ലേ? അത് ഓൾറെഡി ഹൈ പ്രൈസിൽ നിൽക്കുമ്പോൾ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓൾറെഡി ശരി. അപ്പൊ ചീപ്പ് പ്രൈസ് ആയിട്ട് നമ്മൾ മേടിക്കേണ്ടത്. ശരിക്കും ട്രേഡിംഗ് പറഞ്ഞ കച്ചവടമാണ്, അല്ലേ? ചെറിയ വിലക്ക് മേടിക്കുക, വലിയ വിലക്ക് വിൽക്കുന്നു. അപ്പൊ ഏറ്റവും ചീപ്പ് വിലക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ സാധനം ഒരു പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ അത് ഈ മാർക്കറ്റ് അങ്ങനത്തെ പ്രൈസിലോട്ട് വരുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ വേൾഡ് വൈഡ് ക്രൈസിസ് സംഭവിക്കും. അത് ചില സമയത്ത് ചില ഇതിൽ പറയുന്നത് അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ന്യൂസൊക്കെ.
ഇത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ശരിക്കും ഏത് കൺട്രിയുടെ ഇതിലാണ് ഇത് ചെയ്തേക്കുന്നത്? കൺട്രിയിൽ മേ ബി ചൈനയുടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബിറ്റ് കോയിൻ ആരാണ് ഇതിന്റെ ഒരു ഉപഭോക്താവ് ഇതുവരെ ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇത് ആഡ് ചെയ്യുന്ന ഇതിന്റെ വാല്യുവേഷൻ ചെയ്യുന്നതെല്ലാം ഈ യുഎസ് ബേസ് ചെയ്തിട്ടല്ലേ? US ആണോ ചൈന ആണോ എന്താ ബേസ്ഡ് ആണ് വരുന്നത് ഇതിന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ബിറ്റ് കോയിൻ ഇത്ര വില കയറാൻ കാരണം ഓൾമോസ്റ്റ് പല ട്രാൻസാക്ഷൻസും ഇപ്പോൾ ക്രിപ്റ്റോന്റെ അണ്ടറിലാണ് വരുന്നത്. ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ഓരോ പ്രോപ്പർട്ടി വിൽക്കുമ്പോഴൊക്കെ ഒന്നല്ല INR ഒന്നല്ല ക്രിപ്റ്റോ കോയിൻസ് പറയാറ് അവര്. ഓക്കെ, ദുബായിലൊക്കെ ഇതിന്റെ ATM വരെ ഉണ്ടല്ലോ. ബിറ്റ് കോയിനോ? ക്രിപ്റ്റോ കോയിൻസ് ATM വരെ ദുബായിലുണ്ട് അതിന്. ക്രിപ്റ്റോ കറൻസിക്ക് ഒരു 2-3 വർഷം മുന്നേ 2500 അല്ല 25,000 രൂപയ്ക്ക് വരെ മേടിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. 25,000 രൂപയ്ക്ക് എത്രയോ ഇത് മേടിക്കായിരുന്നു. അങ്ങനത്തെ അത് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. നമുക്ക് ബിറ്റ് കോയിനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഇന്ത്യയിൽ തന്നെ അപ്രൂവ്ഡ് ആയ ബ്രോക്കേഴ്സ് ഉണ്ട്. കോയിൻ DCX, ഡെൽറ്റ, കോയിൻ BCX അങ്ങനെ കുറെ ബ്രോക്കേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഇത് ഹോൾഡ് ചെയ്യൂല്ലേ കുറച്ച് കാലത്തേക്ക്, ഇതിന്റെ വാല്യുവേഷൻ കൂടാൻ വേണ്ടിയിട്ട്. പ്യുവർ ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ അതിൽ നമുക്ക് ട്രേഡിങ് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാല്. ട്രേഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അറിയും പ്രോഫിറ്റ് ലോസും വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ പതുക്കെ ആയിരിക്കും അതിന്റെ പ്രോഫിറ്റ് കാണാൻ പറ്റുന്നത്. ലോസും അങ്ങനെ ആയിരിക്കും, പതുക്കെ ആയിരിക്കും സംഭവിക്കുള്ളൂ. പക്ഷെ അതിനൊരു ക്രാഷ് വരാൻ ചാൻസ് ഉണ്ടോ ഏതില്? ഈ ബിറ്റ് കോയിന്? ബിറ്റ് കോയിനിലോ? ബിറ്റ്കോയിൻ ഓൾമോസ്റ്റ് ഇപ്പൊ ഭയങ്കര ചീപ്പ് പ്രൈസ്. ടെക്നിക്കലി നോക്കുമ്പോൾ ഇപ്പൊ ഭയങ്കര ചീപ്പ് പ്രൈസാണ് നിൽക്കുന്നത്. കറക്റ്റ് ഓൾമോസ്റ്റ് ഒരു കറക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. മേ ബി ഇനിയൊരു ഡൗൺ വന്നാലും മേ ബി പഴയ ഒരു 1 month മുന്നേ 60 ടച്ച് ചെയ്തിട്ടുണ്ട്. 60,000 എന്ന പ്രൈസ് ടച്ച് ചെയ്തിട്ടുണ്ട്. മേ ബി അവിടെ വരെ എത്തിയിട്ട് വീണ്ടും തിരിച്ച് കയറാൻ ചാൻസ്. ഇനിയൊരു പെട്ടെന്നൊരു ന്യൂസ് വന്നാലും. കാരണം വെച്ചാൽ മെസ്സേജ് ഇടാൻ വൈകുന്നേരം ഇന്നില്ലായിരുന്നു ചാൻസ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇട്ടാം. ഓക്കെ. Major currencies in the world: US dollar, euro, Japanese, Great Britain pound, Australian dollar, Canadian dollar, New Zealand dollar, Bristol. ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് ട്രേഡ് ചെയ്യുന്നത് നമ്മൾ തികച്ചും കറൻസി പേഴ്സാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മുന്നത്തെ ടോപ്പിക്സ് എടുത്തിട്ടുണ്ട്. എന്താണ് ഇതിന് ഫോറക്സ്, ഇവിടെ ഇല്ലീഗലും ഇതിന്റെ ഇച്ചിരി ഡിഫറൻസ്, അതുപോലെ തന്നെ ഫോറക്സ് എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, അതൊക്കെ ജസ്റ്റ് പ്രീവിയസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബെറ്റർ ആവട്ടോ. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇരിക്കാം. ഒരു ക്ലാസ്സിൽ നമുക്കൊരു 10 to 20 minutes അധികം എക്സ്ട്രാ ഇരിക്കാം, എന്നാലും പെട്ടെന്ന് ക്ലിയർ ആവും. അത് ബേസിക്സ് അല്ല, അത് കുഴപ്പമില്ല. ഇൻട്രൊഡക്ഷൻ അല്ല, പെട്ടെന്ന് ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിനെ ഒന്നുകൂടി കേൾക്കാത്തൊരു കേൾക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യാണ്. ട്രേഡിംഗ് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ട്രേഡിംഗ് ഉള്ളത്. ഒന്ന് ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഫോറക്സിൻ്റെയും. അതിൽ തന്നെ പല ട്രേഡിംഗ് വരുന്നുണ്ട്. ഇൻട്രാഡേ വരുന്നുണ്ട്, സിംഗ് ട്രേഡ് വരുന്നുണ്ട്, ഓപ്ഷൻ ട്രേഡിംഗ് വരുന്നുണ്ട്, ഒരുപാട് ടൈപ്സ് ട്രേഡിംഗ് വരുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ സ്റ്റോക്സ് ആണ് ട്രേഡ് ചെയ്യുക. സ്റ്റോക്സിൻ്റെ ഷെയർസ്, ഇപ്പോൾ മാരുതി, ടാറ്റ മോട്ടോഴ്സ്, ഹിൻഡാൽകോ, BPCL, ഇതിനൊക്കെ സ്റ്റോക്സ് ആയിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഫോറക്സിലോട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ബാങ്ക്സിന്റെ ഷെയർ ഇതിനകത്ത് ഇൻവോൾവ് ആണോ? ബാങ്കുകളുടെ ഒക്കെ HDFC ബാങ്ക് ഉണ്ട്, സൗത്ത് ബാങ്ക് ഉണ്ട്, കനറ ബാങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെയും ഷെയർസ് മേടിക്കാം അല്ലേ നമുക്ക്? മേടിക്കാം, ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ട്രേഡിംഗ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ ട്രേഡിംഗും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ അതിൽ വരുമ്പോൾ ബാങ്കിങ് സെക്ടറിൽ? ക്ലിയർ ആക്കാം. ഓക്കെ. അപ്പോൾ അത് നേരെ ഫോറക്സിലോട്ട് വരുമ്പോൾ നമ്മൾ 2 കറൻസി പേഴ്സാണ് ട്രേഡ് ചെയ്യുക. ഒരു സ്ഥലത്ത് USD ആയിരിക്കും, വേറെ സ്ഥലത്ത് വേറെ കറൻസി ആയിരിക്കും. എപ്പോഴും 2 കറൻസി ആയിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് 3 കറൻസി ആയിട്ട് 3 സെഗ്മെന്റ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്.
നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ നമുക്ക് മൂന്ന് സെഗ്മെന്റ് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് മേജർ കറൻസീസ് പറയും, രണ്ടാമത് ക്രോസ് പെയേഴ്സ് പറയും, മൂന്നാമത് എക്സോട്ടിക് പെയേഴ്സ് എന്ന് പറയും. മേജർ പെയേഴ്സ്, ക്രോസ് പെയേഴ്സ്, എക്സോട്ടിക് പെയേഴ്സ്, ഇങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ വെച്ച് ഇത്രേ ഉള്ളൂ. മേജർ പെയേഴ്സിലുണ്ടോ എപ്പോഴും മേജർ കറൻസീസിലെ ഒരു കറൻസി ഉണ്ടാവും. ഇതാ മേജർ പെയേഴ്സ് EUR USD, NSD USD, USD JPY, AUD USD, GBP USD, USD CHF, USD CAD. എപ്പോഴും USD അതിലുണ്ടാവും. ഈ 7 പെയറിലും USD ഉണ്ടാവും അതിൽ, മേജർ പെയറിൽ. ഇപ്പോൾ ഒരാൾ ട്രേഡ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുക ഇത്രയും പെയേഴ്സിലാണ്. ഇത്ര 7 പെയേഴ്സും നമ്മളൊരു നല്ലൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു ക്ലിയർ മൂവ്മെന്റ് തരാൻ ചാൻസ് ഹൈ പ്രോബിലിറ്റി ഉണ്ട് എപ്പോഴും. അതുകൊണ്ട് ആര് ട്രേഡ് ചെയ്യുമ്പോഴും ആദ്യത്തെ ഒരു എൻട്രി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ഈ ഒരു 7 പെയറിലായിരിക്കും. ഇതുവരെ ക്ലിയർ ആണോ? എങ്ങനെ മേജർ പെയർ? മേജർ പെയറിലാണ് നമ്മൾ ട്രേഡിംഗ് നടത്തുന്നതല്ല. നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ഈ 7 പെയേഴ്സിലായിരിക്കും. കാരണം ഇതിലാണ് ലിക്വിഡിറ്റി കൂടുതൽ. ആ ലിക്വിഡിറ്റി എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു ഷോപ്പ് നടത്തുന്ന ആള്, നമ്മളൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആള് അല്ലേ. നമ്മളിതിലിപ്പോ നമ്മുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്, ഒരു നോക്കിയയുടെ ഫോൺ ഉണ്ട്. ഐഫോണും നോക്കിയയുടെ ഫോൺ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും പെട്ടെന്ന് സെല്ല് ചെയ്യാൻ ചാൻസ് കൂടുതൽ? കാരണം ഐഫോണിനാണ് ആൾക്കാർ കുറിച്ച്. നോക്കിയ ഫോണിന് പ്രൈസ് കുറവായിരിക്കാം, പക്ഷെ അതിന് ബയ്യേഴ്സ് കുറവായിരിക്കും. 100-ൽ 10 പേരെ ബയ്യേഴ്സ് ഉണ്ടാവുള്ളൂ അല്ലേ. ബാക്കി 80 പേരും ബാക്കി 90 പേരും ഐഫോണിനായിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഐഫോണാണ് വിറ്റ് പോകാൻ ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ മേജർ പെയേഴ്സിലാണ് അധികം ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. കാരണം ഇതൊരു USD ഒരു മേജർ പെയർ ആണല്ലോ, ഒരു സ്റ്റെബിലിറ്റിയുള്ള കോയിൻ, ഒരു കറൻസി അല്ലേ എപ്പോഴും വരുന്നത് അല്ലേ. നമ്മുടെ വേൾഡിലെ ഏറ്റവും നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു കറൻസിയാണ് US ഡോളർ വരുന്നത് അല്ലേ. സോ അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ഇതിലോട്ട് ട്രേഡ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 7 പെയറിൽ ട്രേഡ് നോക്കിയതിന് ശേഷം മാത്രമാണ് ഇതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് അടുത്ത ഈ ക്രോസ് പെയേഴ്സിലോട്ട് പോകുള്ളൂ. കണ്ടോ, ക്രോസ് പെയേഴ്സിലോട്ട് പോകുള്ളൂ. ക്രോസ് പെയേഴ്സിന്റെ പ്രത്യേകത വെച്ചാൽ ഉള്ളൂ, ഇതിൽ USD ഉണ്ടാവില്ല. ബാക്കി എല്ലാ കറൻസീസ് ഉണ്ടാവും. വായിച്ചേക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് സെക്ഷൻ, അപ്പോൾ ഈ ക്രോസ് പെയേഴ്സിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട സെക്ഷൻ EUR-ന്റെ ഈ ഫസ്റ്റ് സെക്ഷനാണ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഈ ഒരു ഇത്രയും പെയേഴ്സ് ആണ്. സെക്കൻഡ് നോക്കേണ്ടത് ഇത്, തേർഡ് വൺ ഇത്. ഓക്കെ അല്ലേ? അതിനകത്ത് യൂറോയും പൗണ്ടും ഉണ്ട്. ജസ്റ്റ് EUR GBP, EUR CHF, EUR CAD, EUR AUD, EUR NSD, EUR JPY ഉണ്ടല്ലോ വരുന്നത്, CHF JPY, AUD JPY, GBP JPY, CAD JPY, NSD JPY, GBP AUD, GBP CHF, GBP CAD. ഇത്രയും പേഴ്സാണ് വരിക. ഇതാണ് ക്രോസ് പേഴ്സ്. ഈ മേജർ പേഴ്സും ക്രോസ് പേഴ്സും തമ്മിൽ ഡിഫറൻസ് എന്താണ് ഒരാൾക്ക് പറയാൻ പറ്റുന്നത്? മേജർ പെയറും ക്രോസ് പെയറും തമ്മിൽ ഡിഫറൻസ് പറയാമോ? അതിനകത്ത് US ഡോളർ ആഡ് ചെയ്തില്ല. യെസ്, ക്രോസ് പേഴ്സിൽ US ഡോളർ ഉണ്ടാവില്ല, അതിൽ ബാക്കിയുള്ള പേഴ്സ് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ടാണ് ഇത് ക്രോസ് പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ആ ക്രോസ് പേഴ്സ്, സോറി ഇതാണ് ലിക്വിഡിറ്റി കേട്ടോ. സോ ഇതല്ല, നമ്മൾ ഇത് ക്രോസ് പേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ക്രോസ് പേഴ്സിൽ ഏതാണ് ആദ്യം ട്രേഡ് ചെയ്യുന്നത് ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഈ EUR-ൽ വരുന്ന പേഴ്സാണ് ട്രേഡ് ചെയ്യുന്നത്. EUR GBP, EUR CHF, EUR CAD, EUR AUD ഉണ്ടോ. ഈ സെക്ഷൻ വൈസ് ആണ് നമ്മൾ ആദ്യം ട്രേഡ്സ് നോക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തതിനു ശേഷം ആദ്യം മേജർ പെയറിൽ പോയിട്ട് ട്രേഡിൻ്റെ എൻട്രി നോക്കും. അതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ ക്രോസ് പേഴ്സിൽ ആദ്യം ഇത്രയും പേഴ്സിൽ എൻട്രി നോക്കും. സെക്കൻഡ് വൺ JPY കറൻസീസിൽ, തേർഡ് വൺ GBP അണ്ടറിൽ വരുന്ന കറൻസീസിൽ, നെക്സ്റ്റ് CAD, AUD, NSD അങ്ങനെ പോകുന്നു അല്ലേ. അതൊന്നും ഞാൻ ട്രേഡ് ചെയ്യാൻ നിൽക്കാറില്ല, കാരണം അതിലൊക്കെ സ്പ്രെഡ് കൂടുതലായിരിക്കും. സ്പ്രെഡ് കൂടുതലും ഈ ഫോറക്സിന് 0 ബ്രോക്കറേജ് എന്ന് കേട്ടിട്ടുണ്ടോ? അവർക്ക് ബ്രോക്കിംഗ് ഫീ ഇല്ല, പക്ഷെ ബ്രോക്കറേജ് ഫീ ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആർക്കാ ബ്രോക്കറേജ് ഇല്ലാത്ത?
അത് സംഗതി അതാണ് ഇവർ അത് ബ്രോക്കറേജ് ഇല്ല എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പിടിക്കുന്നുണ്ട് അവർ. അതാണ് സ്പ്രെഡ് പറയുക. നമ്മുടെ ഒരു മാർക്കറ്റിൽ ചിലപ്പോൾ ട്രേഡ് നടക്കുന്ന പ്രൈസ് 1000 ആണെങ്കിൽ നമ്മൾ ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് 1002 ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 2 ലോസിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ 2 ആണ് അവരുടെ ബ്രോക്കറേജ്. ഓക്കെ. അപ്പൊ അത് ബ്രോക്കറേജ് കൊടുക്കാതെ ട്രേഡ് ചെയ്യാൻ ഓപ്ഷൻ നമുക്ക് ഇതുണ്ട്. അപ്പൊ മേ ബി ചിലപ്പോ ആ ട്രേഡ് നമുക്ക് കിട്ടിക്കോളും നിർബന്ധമില്ല. അതെങ്ങനെ അതിന്റെ സെക്ഷൻസിൽ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് മേജർ ഇതിൽ നോക്കിയാലും ക്രോസ് പേസിൽ നോക്കിയാലും നമ്മൾ ഇതാണ് കമ്മീഷൻ കൊടുത്ത് തന്നെ ചെയ്യണം അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ മേജർ പേഴ്സിൽ ആദ്യം നോക്കുന്നതിനുള്ള ഉത്തരത്തിൽ ഇത്രേ ഉള്ളൂ. ഈ സ്പ്രെഡ് ഈ ക്രോസ് പേഴ്സിൽ സ്പ്രെഡ് 2-3 ആണെങ്കിൽ വരുന്നതെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ മേജർ പേരിൽ സ്പ്രെഡ് കുറവായിരിക്കും. അത് ചിലപ്പോൾ $1 അല്ലെങ്കിൽ $1 അതിൽ വരുള്ളൂ. $1 1 സെന്റ് അല്ലെങ്കിൽ 1 പോയിന്റ് അത്ര അതിൽ വരുന്ന ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ ക്രോസ് പേഴ്സിൽ 2 പോയിന്റ് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ മേജർ പേരിൽ 1 അല്ലെങ്കിൽ 1 വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അതുണ്ട്. ക്ലിയർ അല്ലേ? അല്ല, ഒന്നും കൂടെ പറയാം. ഓക്കെ. ഇപ്പൊ നമ്മള് ജസ്റ്റ് എന്തുകൊണ്ടാണ് ആദ്യം മേജർ പേരിൽ നോക്കുന്നത് വെച്ചു. ആ മേജർ പേര് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു മേജർ പേര് പറയുമ്പോൾ എപ്പോഴും ഒരു USD അതിലുണ്ടാവും അല്ലെ? $US എപ്പോഴും ഉണ്ടാവും. $US പറയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു കറൻസിയാണ് അല്ലെ? ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു അത്രയും ഹൈ പവറിൽ ഒരു കറൻസിയാണ്. സോ അതുകൊണ്ട് അത് എപ്പോഴും നല്ലൊരു മൊമെന്റ് ഉണ്ടാവും. കാരണം അത്രയും വേൾഡിൽ അത്രയും പവർഫുൾ കറൻസി അല്ലത്. സോ അതുകൊണ്ട് അതിന്റെ ഒരു മൊമെന്റ് അതിലുണ്ടാവും. അതുപോലെ തന്നെ അതിൽ ട്രേഡിംഗ് വോളിയം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ഐഫോണും നോക്കിയ ഫോണും കൊണ്ടുവച്ചായിരിക്കും. ഐഫോണിന് 90 ബയേഴ്സ് ഉണ്ട് അല്ലേ? 90 ബയേഴ്സ് ഉണ്ട്. നോക്കിയ ഫോണിന് 10 ബയേഴ്സേ ഉള്ളൂ അല്ലേ? ഐഫോൺ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിമാൻഡ് ചെയ്താൽ നമുക്ക് അപ്പോൾ വേറെ ആൾ ചോദിക്കും. നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്തു 1 lakh ഫിക്സ് ചെയ്തു. വേറെ ആൾ വന്ന് ചോദിക്കാൻ 95 കിട്ടുമെന്ന് ചോദിക്കാണ്. ഇല്ല, നമ്മൾ തരില്ല എന്ന് പറയാം. കാരണം എന്താ? ഇവിടെ ഒരാൾ പോയാലും ബാക്കി 89 ബയേഴ്സ് അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. നോക്കിയ ഫോണിന് അങ്ങനല്ല. ഒരാൾ പോയി ബാക്കി 9 പേര് അവിടെ ഉള്ളൂ. ഓക്കെ. അപ്പൊ മേജർ പേരാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സ്പ്രെഡ് കുറവായിരിക്കും. അതിൽ പെട്ടെന്ന് ബൈയും സെല്ലും നടക്കുന്നുണ്ട്. കാരണം വലിയ അത്ര ആൾക്കാരുണ്ട് അവിടെ. ഓക്കെ. നോക്കിയ ഈ ക്രോസ് പേയേഴ്സിന് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് കിട്ടിക്കോളും നിർബന്ധമല്ല. അത് ചിലപ്പോൾ അത് മാർക്കറ്റിൽ കാണുന്ന പ്രൈസ് 1000 ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ആവുന്ന പ്രൈസ് 1002 ആയിരിക്കും, ചിലപ്പോൾ 1001 ആയിരിക്കും മേ ബി. അത് ചില സമയത്ത് ഈ ന്യൂസ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഈ ഫോറക്സ് മാർക്കറ്റിൽ എപ്പോഴും 24 hours ന്യൂസ് ഉണ്ടല്ലോ ഫോറക്സിൽ. അതൊക്കെ മേ ബി ഇതിനെ എഫക്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ചാർട്ടിന്റെ സെക്ഷൻ ആകുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? ക്രോസ് പേഴ്സ് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് 3 ടൈപ്പ് കറൻസി പേഴ്സ് ആണുള്ളത്. മേജർ പെയർ, ക്രോസ് പേഴ്സ്, എക്സോട്ടിക് പേഴ്സ്. അപ്പോൾ മേജറും ക്രോസും ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കേണ്ടോ. നിങ്ങൾ ഈ ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഇതിൻ്റെ മേജർ പെയറും ക്രോസ് പേഴ്സിൻ്റെ ഒരു PDF അയച്ചിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ ഞാൻ വരുന്ന ദിവസം നാളെ മേ ബി ഉച്ചയ്ക്ക് മുന്നേ അയച്ചുതരാം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ വീഡിയോസ് എല്ലാം നമുക്ക് ഈ ഗ്രൂപ്പിൽ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഷെയർ ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും ട്രേഡ് ഷെയർ ചെയ്യും. കാര്യം എന്താണെന്നറിയോ, നമ്മള് ഈ പല കാര്യത്തിന്റെ ഇടയ്ക്കൂടെയാണ് ഈ ക്ലാസ് കേൾക്കുന്നത്. ടൈമിംഗ് ഒരു പ്രശ്നമുണ്ട്. ഒന്നും കൂടെ കാര്യം നമുക്കൊന്നും കൊണ്ടൊന്ന് റീകളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലേ അതുകൊണ്ടാ കാര്യം കുറെ തവണ കേട്ടാലേ. കാര്യം നമ്മളീ പഠിക്കാനിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രായമല്ലത്. നമ്മള് കുറെ കാലമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് ആ ഒരു മോഡിൽ നമ്മളെ തന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുമ്പോ നമുക്ക് ശരിക്കും നമ്മൾ പെട്ടെന്ന് പഠിത്തത്തിന്റെ ഒരു ലൈനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ട്യൂബ് ലൈറ്റ് പോലെയാണ്, വോൾട്ടേജ് ഇല്ലാതെ ട്യൂബ് ലൈറ്റ് പോലെയാണ്, അല്ലെങ്കിൽ എക്സ്പയർഡ് ആയതുപോലെ കുറച്ച് ടൈം എടുക്കും ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാം. കാര്യം പലരുടെയും മെമ്മറി പല രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും അത് ജസ്റ്റ് നമുക്ക് ബാച്ച് 5-ലും ബാച്ച് 6-ലൊക്കെ നല്ല ഒരുപാട് പ്രായ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് ഇപ്പോൾ അതാണ് അവർക്ക് ജസ്റ്റ് ഒരു വേറെ ഒരു പ്ലസ് പോയിന്റ് എത്രേ ഉള്ളൂ. അവർ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവാത്ത കാര്യം ഒന്നുമില്ലെങ്കിൽ പേഴ്സണലി ചോദിക്കും. അപ്പോൾ നമുക്ക് ഞാനും ഇപ്പോൾ ഈ പഠിക്കുന്ന കാലത്ത് നമുക്കും ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാത്ത പല കാര്യങ്ങളും വരും. അപ്പോൾ ഓപ്പൺ ചോദിച്ചാൽ മാത്രം മതി. കാര്യം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വേറെ ആരെയും ഇത് ചെയ്തിട്ട് പറയുന്നതല്ല. ഞാൻ എന്നെ തന്നെ
പറയുന്നതാണ്. കാര്യം എനിക്ക് ഒരു കാര്യം ഫിസിക്കലി ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. തിയറിറ്റിക്കലി ഞാൻ കുറച്ച് വീക്കാ. ഓക്കെ ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിയറിറ്റിക്കലി വീക്കാണ്. പക്ഷെ ഫിസിക്കലി എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കാണിച്ചാൽ ഞാനത് ക്രാക്ക് ചെയ്യും. ഓക്കെ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം ഞാൻ എന്റെ ആ ഒരു നേച്ചർ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മള് ചില ആൾക്കാർക്ക് നമുക്ക് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഈ ക്ലാസ് നമുക്കൊരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കുറെ തവണ നമുക്ക് മനസ്സിലാവുന്നത് വരെ നമുക്ക് കേൾക്കാം. എന്നിട്ട് അത് നമുക്ക് മനസ്സിലാവാതെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ചോദിക്കാമല്ലോ. അപ്പൊ അതേ സെയിം ഒരു ക്വസ്റ്റ്യൻ മറ്റൊരാൾക്കുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾക്ക് അത് ചോദിക്കാൻ ഒരു മടിയാണെങ്കിൽ അത് വിഷമിക്കണ്ട, കിട്ടിയാൽ മതിയല്ലോ, ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ മതിയല്ലോ. കാര്യം എന്റെ ക്വസ്റ്റ്യന്റെ വേറൊരു വേർഷൻ ആയിരിക്കും മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത്. അത് ഞാൻ ചോദിക്കുന്ന രീതിയിൽ തന്നെ ചോദിക്കണമെന്നില്ല, പക്ഷെ ചിലപ്പോ അതിന്റെ ആൻസർ കിട്ടുമ്പോഴത്തേക്കിന് ശരിക്കും ആ എക്സ്പ്ലനേഷൻ മതിയാവും ആ ഒരു ക്വസ്റ്റ്യൻ അവരുടെയും ആ ഒരു ഡൗട്ട് ക്ലിയർ ആവാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. കാര്യം ഇപ്പൊ ക്ലാസ് എന്നുണ്ടെന്ന് ഞാൻ ഇപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ അറിഞ്ഞേ. അപ്പൊ ഞാനിപ്പോ ഓൾറെഡി ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്കൂടെയാണ് ഞാനിത് കേൾക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. മനസ്സിലായി. എന്തായാലും നിങ്ങൾ എല്ലാവരും ഓരോ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പല കൺട്രീസിലെ ആൾക്കാരുണ്ട്, നിങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതാ പറഞ്ഞേ, നിങ്ങൾക്ക് ഇത് ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് കുഴപ്പമില്ല. ഞാൻ രാത്രിയും ചാർട്ട് നോക്കുന്ന ഒരാളാണ്. എല്ലാ ഗ്രൂപ്പിലും അത് ഉണ്ട്. നമുക്കിത് 4ാമത്തെ ബാച്ച് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. 2 മൊത്തം വേറെ വെണ്ടേഴ്സ് ഉണ്ട്. ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് 4ാമത്തെ ബാച്ചാണ്. അപ്പോൾ 4 നിങ്ങൾക്ക് നോക്കിയാൽ രാത്രി 2:30 3 ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാർക്കറ്റ് അനാലിസിസ് ഞാൻ ഇത് മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റും ചെയ്യാറുണ്ട്. അപ്പോൾ അത് രാത്രി അനാലിസിസ് ചെയ്യാറ്, എന്ത് ന്യൂസിന്റെ എഫക്റ്റ് ഒക്കെ നോക്കിയിട്ടൊക്കെ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മൾ ഇത് എത്ര ടൈം എടുക്കും നമ്മൾ ഈ മാർക്കറ്റിലേക്ക് നമ്മൾ വരാനും ഇതിൽ നമ്മൾ ഇതൊന്ന് ഫിസിക്കലി നമ്മൾ ചെയ്തു തുടങ്ങാൻ, പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് വരാനായിട്ട് എത്ര സമയം കൊണ്ട് നമ്മൾ? ടു ബി ഓണസ്റ്റ്ലി ഞാൻ റിപ്ലൈ ചെയ്യുന്നത് നിങ്ങളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ചിലർ അയ്യോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അത് പല രീതിക്ക് എടുക്കും. ഇത്രേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു 2 മാസത്തെ കോഴ്സ് പറഞ്ഞിട്ട് 3ാമത്തെ മാസം മുതൽ അതിൽ ആരെങ്കിലും പ്രോ ആയിട്ടുണ്ടോ? ഈ ട്രേഡിങ് വിട്ടേക്കാം. നമ്മുടെ അക്കൗണ്ടിങ് കോഴ്സ്, സ്പോക്കൺ, അതുപോലെ തന്നെ മൊബൈൽ, ഒരുപാട് കോഴ്സ് ലോകത്തുണ്ട് അല്ലേ? ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മന്ത് പ്രോ ആയിട്ടുണ്ടോ? ഇല്ല. ഇവർക്ക് ആ കോഴ്സ് കഴിഞ്ഞ ആ ഉപകാരം എന്താ വെച്ചാൽ ഇവർക്ക് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. ഇപ്പൊ ബ്രോ പറയാണ് ഇനിയൊരു പോയിന്റ് പറഞ്ഞു, ഇത് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്, പക്ഷെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയത്തില്ല. അതുപോലെ ഇപ്പുറത്ത് വേറെ പോയിന്റ്സ് കിട്ടി കഴിഞ്ഞാൽ ഇതെനിക്കറിയാം, പക്ഷെ ഇതെങ്ങനെയൊക്കെ ഇതെല്ലാം കൂടി എങ്ങനെ ഇപ്പോൾ ഒരു ചാർട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് അറിയത്തുണ്ടാവില്ല അല്ലേ? അങ്ങനത്തെ ഇഷ്യൂ ഇതിൽ വരാൻ ചാൻസ് ഹൈ ആണ്. എപ്പോഴും പറയാറുണ്ട്. അപ്പൊ കോഴ്സ് കഴിഞ്ഞാലും ആ കോഴ്സ് കഴിഞ്ഞാലും നെക്സ്റ്റ് 1 മന്ത് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവുക. നിങ്ങൾ വെറുതെ ചാർട്ട് അനാലിസിസ് വെറുതെ ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അത് നമ്മളത് തിരുത്തും. നെക്സ്റ്റ് വേറെ ചാർട്ടിൽ ആ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. മിസ്റ്റേക്ക് വരാൻ മാത്രം അത്ര വലിയ മിസ്റ്റേക്സ് ഇതിലില്ല. മേ ബി ഒരു 5 or 6 കോൺഫറൻസ് മാത്രമേ ഉള്ളൂ. അത് ക്രാക്ക് ചെയ്താൽ ബാക്കി എല്ലാം ഓക്കെ ആയിരിക്കും. നിങ്ങൾ നമ്മൾ ശരിക്കും മിസ്റ്റേക്ക് വന്നാലല്ലേ നമ്മൾ കൂടുതൽ പഠിക്കത്തുള്ളൂ. ചിലവരുണ്ട് ഈ മിസ്റ്റേക്ക്. ഇപ്പൊ നമ്മുടെ ഒരു ബാച്ചിൽ ഒരു മാം ഉണ്ട്, യു കെയിലാണ്. പുള്ളിക്കാരത്തി ഗ്രൂപ്പിൽ ഇടാൻ പേടിയാ. ഞാൻ പറഞ്ഞു മാം ഗ്രൂപ്പിലിട്ട്, അത് വേറെയുള്ളവർക്ക് പ്രചോദനമാണത്. ബാക്കിയുള്ളവർ ചിലപ്പോൾ മടി കൊണ്ട് ചോദിക്കാതിരിക്കും. അത് മാം ഇടുമ്പോൾ ഓക്കെ ആയിരിക്കും. അതുപോലെയാണ് സംഗതി. അപ്പോൾ ഇതിൽ മിസ്റ്റേക്ക് അത് കോഴ്സ് കഴിയുമ്പോൾ തന്നെ പ്രോ ആവില്ല, അത് മനസ്സിലാക്കിയാൽ മതി. ഇതിലത്തെ എല്ലാ കോൺഫറൻസും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം എങ്ങനെ വെച്ചിട്ട് അതിനെല്ലാം നമ്മൾ എങ്ങനെ മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ്സ് എടുക്കാം, അതാണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം വരുന്നത്. എന്തായാലും സെറ്റാവും. നമ്മുടെ ആ ബാച്ച് 5 അനൂപ് എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്, നല്ല രീതിക്ക് ട്രേഡ് ചെയ്യുന്ന പുള്ളിക്കാരൻ. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ഡിഫറൻസ് ആണ്. കാര്യം പലരെ അയക്കും പല രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബാച്ച് 5 അതുപോലെ ബാച്ച് 6 ഒരു 3 പേര് ഓക്കെയാണ്. ഞാൻ അതുപോലെ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പം വൺസ് ട്രേഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട്? നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമേ നമുക്കൊരു ബാക്കപ്പ് തരത്തുള്ളൂ? മീൻസ് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തരുന്നുള്ളോ, അതോ ലൈഫ് ടൈം നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും? നമ്മുടെ ഗ്രൂപ്പില്ലേ അതവിടെ ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ ഗ്രൂപ്പിൽ നിന്ന് റിപ്ലൈ ചെയ്യും. പിന്നെ നമുക്ക് ലൈവ് ട്രേഡ്സ് വരും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും കോഴ്സ് കഴിഞ്ഞാലും ഒരു 1 മന്തിൽ എപ്പോഴെങ്കിലും 2 വീക്സിൽ എപ്പോഴെങ്കിലും ഒരു ലൈവ് ട്രേഡ് ഇരിക്കാം. മെൻറ്ററും നമ്മൾ ഒരു ലൈവ് ട്രേഡ് ഇരിക്കാം. ലൈവായിട്ട് ചാർട്ട് അനാലിസിസ് ചെയ്യാൻ ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പല പോയിന്റ്സ് എനിക്ക് കാണാൻ പറ്റും. എത്രയേ ഉള്ളൂ, എനിക്ക് കാണാൻ പറ്റാത്ത പല പോയിന്റ്സ് എൻ്റെ മെൻറ്ററിന് കാണാൻ പറ്റാറുണ്ട്. അത് എക്സ്പീരിയൻസിൻ്റെ പുറത്ത് മാത്രമാണ് അത്
അല്ലേ? അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ. അപ്പൊ ആ ലൈവ് ഒക്കെ വന്ന പരമാവധി അറ്റൻഡ് ചെയ്യാം. ഇന്നലെ നമുക്ക് ബാച്ച് 5 ലൈവ് സെക്ഷൻ തന്നു. മൂന്ന് ട്രേഡ്സ്. അത് എന്താണെന്നറിയാം ബ്രോ, നമുക്ക് അങ്ങനത്തെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഷെഡ്യൂൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ദിവസം മുന്നേ നമുക്ക് അതിനൊരു ഇത് തരണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയേണ്ട കുറച്ച് സാഹചര്യങ്ങളുണ്ട്. ഞാൻ നിൽക്കുന്നത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ എനിക്ക് പ്രയോറൈസ്ഡ് എനിക്ക് എന്റെ ലീവ് സാങ്ഷൻ ആക്കിയാലേ എനിക്ക് പറ്റത്തുള്ളൂ. ലാസ്റ്റ് മിനിറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഷിഫ്റ്റ് കവർ ചെയ്യാൻ വേറൊരാളുണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ദിവസം മുന്നേ നമുക്കൊരു നോട്ടീസ് തരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇന്ന ദിവസത്തേക്ക് നമുക്ക് ഓഫ് എടുത്തേ പറ്റത്തുള്ളൂ. കാര്യം ഇത് നമുക്ക് വേണ്ടുന്ന ഒരു സംഭവമാണെന്നുള്ള ആ ഒരു ഇതിൽ തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ഇന്നത്തെ പോലെ നമുക്ക് വരികയാണെങ്കിൽ നമ്മളെ കൊണ്ട് എല്ലാരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നാണ് പറയുന്നത്. ചൊവ്വ വ്യാഴം ശനി ഫിക്സ് ആണത്. ചൊവ്വ വ്യാഴം ശനി. ഈ ശനി എന്നുള്ളത് ഒരു വീക്ക് ഡേയ്സിലേക്ക് ആക്കാൻ പറ്റുമോ? നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ശനി എന്നുള്ളത് വീക്ക് ഡേയ്സിൽ തന്നെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിരുന്നു. ഓക്കെ ഇതിലൊരു പേരോട് ഉണ്ട്, അത് പറഞ്ഞു ജസ്റ്റ് മൈൻഡ് അപ്പ് ചെയ്യാം. മൊത്തം 3 പേഴ്സാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് മേജർ പേര്, മേജർ പേര്, ക്രോസ് പേഴ്സ്. മൂന്നാമത്തെ പേരാണ് എക്സോട്ടിക് പേഴ്സ്. ഇതിൽ ഡിഫറൻസ് കണ്ടോ? ഈ പേഴ്സ് ജസ്റ്റ് നോക്കി നോക്ക്. അതിൽ റൈറ്റ് സൈഡിൽ കാര്യം, റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ഒരു റൈറ്റിങ്സ് ഉണ്ട്. അതൊന്ന് വായിച്ചാൽ കറക്റ്റ് ക്ലിയർ ആവും. Once major currencies and other. One less popular liquid. One major currency and other less than popular liquid currency. Liquid currency of a developing country's currency. Okay. കിട്ടിയോ? ഇതിൽ എക്സോട്ടിക് പേഴ്സിൽ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും USD ആയിരിക്കും. നമ്മുടെ മേജർ പെയർ ആയ US ഡോളർ ആയിരിക്കും. രണ്ടാമത്തെ കറൻസി പറയുമ്പോൾ നമ്മുടെ എക്സോട്ടിക് പേഴ്സിൽ ക്രോസ് പേഴ്സിൽ വരാത്ത എല്ലാ രാജ്യങ്ങളുടെ കറൻസീസും എക്സോട്ടിക് പെയർ ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ക്രോസ് പെയറിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടോ? ഇതിൽ ഇന്ത്യ ഇല്ലല്ലോ ക്രോസ് പേഴ്സിൽ. ഇല്ല, അത് എക്സോട്ടിക് അണ്ടറിലാണ് വരിക. ഇന്ത്യക്ക് ഡെവലപ്പിംഗ് കൺട്രി അല്ലേ? അതുപോലെ ഈ ക്രോസ് പേഴ്സിൽ വരാത്ത എല്ലാ കൺട്രി, ബ്രസീൽ ആവട്ടെ, അർജന്റീന ആവട്ടെ, മെക്സിക്കോ ആവട്ടെ, മെക്സിക്കോയുടെ കറൻസി പെസോ അല്ലെ. അപ്പൊ അങ്ങനത്തെ ഏത് കൺട്രി വന്നാലും ഇതെല്ലാം എക്സോട്ടിക് പേഴ്സിന്റെ അണ്ടറിലാണ് വരിക. ഇതിലാരും ട്രേഡ് ചെയ്യാൻ നിൽക്കാറില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കച്ചവടം കുറവായിരിക്കും. എപ്പോഴാ എങ്ങനെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ. അപ്പോൾ ഇതിൽ ട്രേഡിങ് കുറവാണ്. ഇതിൽ ആരും ട്രേഡ് ചെയ്യാൻ കുറവാന്നല്ല, ആരും ട്രേഡ് ചെയ്യില്ല. കാരണം മാർക്കറ്റിൽ കാണുന്ന പ്രൈസ് ചിലപ്പോൾ ഒരു 500 ആണെങ്കിൽ നമ്മൾ ബൈ ഇടുമ്പോൾ കിട്ടുന്ന പ്രൈസ് ചിലപ്പോൾ 700 അല്ലെങ്കിൽ 600. ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന പ്രൈസിൽ നമുക്ക് എന്തായാലും ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. മാർക്കറ്റിൽ 500 കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിന് നമുക്ക് എക്സിക്യൂട്ട് ആവില്ല. വേറെ പ്രൈസിലാണ് എക്സിക്യൂട്ട് ആവും. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ലോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥ വരും. ട്രേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥ വരും. അപ്പോൾ ഈ പേഴ്സിൽ, ഈ എക്സോട്ടിക് പേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒറ്റ പെയറിലും നമ്മൾ ട്രേഡ് ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ ആദ്യം ട്രേഡ് ചെയ്യുക മേജർ പെയറിൽ, രണ്ടാമത് ക്രോസ് പേഴ്സിലാണ് ട്രേഡ് ചെയ്യുക, മൂന്നാമത്തെ എക്സോട്ടിക് പേഴ്സിൽ നമ്മൾ ആരും ട്രേഡ് ചെയ്യത്തില്ല. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? കാരണം ലിക്വിഡിറ്റി കുറവായിരിക്കും അതിന്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഷോപ്പിൽ ഒരു ഫോൺ കൊണ്ട് വെക്കുമ്പോൾ ഐഫോണും നോക്കിയും ഒരേപോലെ സെല്ലാവില്ലല്ലോ. അതേപോലെ ഈ എക്സോട്ടിക് പേഴ്സ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇതാരും ട്രേഡ് ചെയ്യാൻ നിൽക്കത്തില്ല. ഓക്കെ, ഞാൻ അടുത്തത് ഇതൊരു പോയിന്റ് ആണ്. ഇത് കണ്ടോ, ബേസ് ആൻഡ് കോഡ് കറൻസി കണ്ടോ? ബേസ് ആൻഡ് കോഡ് കറൻസി നമ്മൾ ഫോറക്സിൽ എപ്പോഴും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ പറഞ്ഞു ട്രേഡിങ് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ ഒരു മാരുതി കമ്പനി അതിന്റെ സ്റ്റോക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യുന്നു, അതിൽ മാരുതി മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ അല്ലേ?
ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ ട്രേഡിംഗ് ആവട്ടെ അതിൽ മാരുതി മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ. ഇനി അടുത്ത് ടാറ്റ മോട്ടോഴ്സിന്റെ സ്റ്റോക്ക് മേടിച്ച് ട്രേഡ് ചെയ്യാണ്, അതിൽ ടാറ്റ മോട്ടോഴ്സ് മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ, വേറെ ഒരു കമ്പനി ഇൻവോൾവ് ആവുന്നില്ല. ആ ഇവിടെയായിരുന്നു ക്ലാസ്സിൽ ഡൗട്ട് ചോദിച്ച് കേൾക്കാൻ പറ്റുന്നില്ല, അതിന്റെ വോളിയം really ഡൗൺ ആയി. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ ബേസും കോട്ട് എന്നത് പറഞ്ഞുതരാം. ബേസ് കറൻസി, ബേസ് ആൻഡ് കോഡ് കറൻസി കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നേരത്തെ എക്സാമ്പിൾ മാരുതി എക്സാമ്പിൾ പറഞ്ഞു, അതിൽ മാരുതി മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ, രണ്ടാമതൊരു കമ്പനിയിലില്ല. നമ്മൾ ഏഷ്യൻ പെയിന്റ്സിന്റെ എടുത്തു, ഏഷ്യൻ പെയിന്റ്സ് ഒരു പെയിന്റ് കമ്പനി, അതെടുത്താലും അതിൽ ഏഷ്യൻ പെയിന്റ്സ് മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ, വേറെ കമ്പനികൾ ഇൻവോൾവ്മെന്റ് ഇല്ല അതിൽ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഫോറക്സ് പേഴ്സ് പറയുമ്പോൾ നമ്മൾ 2 രാജ്യങ്ങൾ കറൻസി പെയറാണ് ട്രേഡ് ചെയ്യുന്നത്, 2 രാജ്യങ്ങളിലെ കറൻസി പെയറാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കണ്ടോ പേഴ്സ്, അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു കറൻസി വരും, സെക്കൻഡ് വേറെ കറൻസി വരും, ഫസ്റ്റ് ഒരു കറൻസി വരും, സെക്കൻഡ് വേറെ കറൻസി വരും. അപ്പോൾ എപ്പോഴും വലതുവശത്ത് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കറൻസി നമ്മൾ വിളിക്കുന്ന കറൻസിനെ വിളിക്കുന്ന പേര് ബേസ് കറൻസി എന്ന് വിളിക്കുക. സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കറൻസിനെ വിളിക്കുന്ന പേര് ബേസ് കറൻസി, സെക്കൻഡ് വൺ കോഡ് കറൻസിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കിപ്പോൾ EUR/JPY യൂറോ പെയറും അത് ജാപ്പനീസിന്റെ ഇതും കറൻസി. ഇതിൽ EUR/JPY എന്ന കറൻസിയുടെ പേര് വരിക, ട്രേഡ് ചെയ്യുമ്പോൾ പേര് വരിക EUR/JPY. ഇതിൽ EUR ബേസും JPY കോഡ് കറൻസിയാണ്. EUR ബേസ് കറൻസി, JPY കോഡ് കറൻസിയാണ്. അപ്പോൾ അടുത്ത് NSD/USD. NSD പറയുമ്പോൾ ന്യൂസിലാൻഡ് ഡോളറും USD പറയുമ്പോൾ US ഡോളറും. അപ്പോൾ NSD ബേസ് ആണോ കോട്ടാണോ? NSD പറയുമ്പോൾ ബേസ് കറൻസി ആണോ കോഡ് കറൻസി ആണോ? GBP വരുന്നത്, NSD എന്നല്ല വരുന്നേക്കുന്നത്. ചാർട്ട് പറഞ്ഞേക്കുന്നേ അല്ല, ഇതിലല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് NSD/USD എന്ന് പറഞ്ഞ പേര്, NSD/USD എന്ന് പറഞ്ഞ പേര് ബേസ് കറൻസി ഏതാണ്, അതിൽ കോഡ് കറൻസി ഏതാണ്? യെസ്, NSD ബേസ് ആണ്, USD ആണ് കോഡ് കറൻസി വരുന്നത് അല്ലേ? അതുപോലെ CAD/CHF കനേഡിയൻ ഡോളറും സ്വിസ് ഫ്രാങ്കും. CAD പറയുമ്പോൾ കനേഡിയൻ ഡോളറും, CHF പറയുമ്പോൾ സ്വിസ് ഫ്രാങ്കും. അതിൽ CAD ഏതാ വരിക? ബേസ് കറൻസി. CHF പറയുമ്പോൾ സ്വിസ് ഫ്രാങ്ക്, അത് കോഡ് കറൻസിയാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ് ഇപ്പൊ സമയത്ത് ജസ്റ്റ് നമുക്ക് വേറെ ബാച്ച് കൂടി ഉണ്ടത്, അതുകൊണ്ടാണ് ഒറ്റ മിനിറ്റ് കേട്ടോ. അല്ല, ഈ ക്ലാസ്സിന് നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്തേക്കുന്നത് എത്ര ടൈമിങ്ങാ? നമുക്ക് 1 അവർ. 1 അവർ. ഓക്കെ. ഇനിയിപ്പോ നമ്മള് 15 മിനിറ്റ്സ് കൂടെ ഉണ്ട്. ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് പേഴ്സ് കാണിച്ചു കേട്ടോ. ഇതിലിനി ജസ്റ്റ് ഇതിൻ്റെ ചാർട്ട് ലോഡ് ആവുന്നുള്ളൂ. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, എന്നാ പിന്നെ അത് നമ്മൾ മനസ്സിലുണ്ടോ?
കേൾക്കുന്നുണ്ടോ? ഉം. ഉം. Yes, yes, yes. ജസ്റ്റ് മിനിറ്റ്. Don't. ഇത് BM നാറ്റീവ്സിനാണല്ലോ. ഓക്കെ. BM-ന്റെ സോളിസിറ്റർ നമ്മൾ ഇല്ല, സമയം സാധാരണ നമ്മൾ രണ്ടും ഒരുമിച്ച് കൊടുക്കുന്നതാണ്. ഒരാൾ തന്നെ ചെയ്യുന്ന ജഗ്ഗിനെ മറ്റവനെ വിളിച്ചേക്കാം. പിന്നെ ജെയിംസ് ചേട്ടൻ്റെ, അതായത് ഷെയർലി അവരുടെ നമ്മൾ എടുത്തില്ലേ, അതിന്റെ ഏത് ഡീലാന്നുള്ളത് എനിക്കൊന്ന്. ഓക്കെ, ഇതില് നിങ്ങൾക്ക് ചാർട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അത് ഏത് ഡീലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. ഇപ്പൊ ചാർട്ട് കാണുന്നുണ്ടോ? ഇല്ല, ചാർട്ട് കാണുന്നില്ല. ഇപ്പൊ കാണാം. യെസ്. ഞാൻ ഇത് ചെയ്തേക്കാം. ഈ കാണുന്നത് ഇതാണ് ഗോൾഡിന്റെ ചാർട്ട്. ജെയിംസിന്റെ നേരത്തെ നമ്മൾ ഉള്ളതാണല്ലോ അതിന്റെ അകത്ത്. എന്നാണ് ഗോൾഡിന്റെ ചാർട്ട് വരുന്നത്. നമുക്ക് പേഴ്സ് എടുക്കാം, ഫോറക്സ് പേഴ്സ് എടുക്കാം. ഏതൊക്കെയാ നോക്കാം. അല്ല, അതൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ? EUR USD, USD CAD, USD CHF, GBP USD, AUD USD, USD JPY, NSD USD. ഇത് കണ്ടോ? ഇത്രയാണ് ഇതിൽ പേഴ്സ് വരുന്നത്. ഇതില് ഈ DXY എന്ന് പറയുന്നത് നമ്മുടെ ഡോളറാണ്. DXY എന്ന് പറയുന്നത് ഡോളറാണ്. നമ്മൾ എപ്പോഴും ഗോൾഡിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഡോളറിന്റെ മൊമെന്റ് നോക്കും. ഡോളറിന് അഗെയിൻസ്റ്റ് ആണല്ലോ ഗോൾഡ്. ഓക്കെ, ഡോളറിന് അഗെയിൻസ്റ്റ്. ഇപ്പം ഡോളറിന്റെ മൊമെന്റ് നോക്കിയിട്ടാണ് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ എപ്പോഴും. കൺഫേം ചെയ്യാൻ വേണ്ടി അവരത് അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. ഓക്കെ, ആരുടെ മൈക്ക് മ്യൂട്ട് അല്ലല്ലേ? മ്യൂട്ട് ചെയ്യാനെന്ന് പറയാമോ? കാരണം ഓക്കെ, ഇതിൽ GBP NSD ഉണ്ടോ? ഇതിൽ ഏതെങ്കിലും പേഴ്സ് നമുക്ക് എല്ലാ പേഴ്സ് അറിയുണ്ടാവും മേ ബി. ഇപ്പൊ ഇതിൽ കണ്ടോ GBP CHF. ഇതിൽ GBP എന്ന് പറയുന്നത് ബേസ് കറൻസിയും CHF പറയുന്നത് കോഡ് കറൻസിയാണ്. ശരി, ഇതിൽ നമ്മൾ ഇതിൽ പോയി ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ GBP കാർഡിലും ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ബൈ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ GBP അല്ല മേടിക്കുന്നത്, CAD അല്ല മേടിക്കുന്നത്. ഇതിന് രണ്ടിന് ചെറിയൊരു അനുബന്ധമുണ്ട്, അതിന് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതിൽ GBP കാർഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ GBP ബൈയും CHF സെല്ലാണ് ചെയ്യുന്നത്. GBP ബൈയും CHF സെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു 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 റൈറ്റിങ്സ് ഞാൻ മേ ബി ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് വായിക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. നമ്മൾ ഇതിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ USD CAD അതിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ US ഡോളറും അല്ല കനേഡിയൻ ഡോളറും അല്ല മേടിക്കുന്നത്. ഇതിന് രണ്ടിൻ്റെയും ഒരു അനുബന്ധമുണ്ട്, അതിനെ മേടിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് ഇതിലാകെ ടിറ്റോ ബ്രോ മാത്രമാണ് ഫസ്റ്റ് ക്ലാസ് കേട്ടിട്ടുള്ളൂ അല്ലേ? ബ്രോൺ ഇപ്പൊ എന്താണ് ഫോറക്സിനെ കുറിച്ച് ഐഡിയ ഒരു ഓക്കെ അല്ലേ? ഓൾമോസ്റ്റ് ചെറിയൊരു ബേസ് ഐഡിയ കിട്ടിയിട്ടുണ്ട്. കിട്ടിയേ. അപ്പൊ അതുപോലെ ഫസ്റ്റ് സെക്ഷൻ ഒന്നും അല്ല കണ്ടു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിട്ടോ. അടുത്ത ക്ലാസ്സിന് മുന്നേ എല്ലാവരും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവണമെന്നില്ല, ജസ്റ്റ് ഒരു കാണുക. അതിലുള്ള ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ ചാർട്ട് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മളിപ്പോൾ എന്തായാലും ഈ കോഴ്സ് എടുക്കുന്നതിന് മെയിൻ ഉദ്ദേശം നമുക്ക് ചാർട്ട് ഈ കാണുന്ന ചാർട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പഠിക്കണം, എന്നാലും ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ അതിലോട്ട് മൂവ് ചെയ്യുക. പക്ഷെ നമുക്ക് ബേസ് അറിയില്ല, ബേസിക് ആയിട്ടുള്ള അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു ഇതാണ്, നെഗറ്റീവാണ്. സോ അതുകൊണ്ട് ആ ഫസ്റ്റ് ക്ലാസ് കേൾക്കണം. അത് കഴിഞ്ഞിട്ട് അതിൽ കിട്ടാത്തത് നമുക്ക് വീണ്ടും റിക്കവർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിലത്തെ വീണ്ടും കുറച്ച് ബേസായ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് ചാർട്ടിൻ്റെ ഈ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം അത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിൽ തന്നെ വേറെ ടോപ്പിക് വരുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ കണ്ടോ അതിൽ ബ്രോ? ഒരു 5 മിനിറ്റ്സ് കേട്ടോ.
How much is PIP? ഇതെന്ത് ഈ PIP പോത്ത്? ഹലോ, ഏതാണ് ഈ PIP പോത്ത് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇതാണ് ഉദ്ദേശിച്ചത്? അല്ല, ഇതിന് മുന്നേ ആദ്യത്തെ പേജില് കാണിച്ചില്ലേ? കേക്കുന്നുണ്ടോ? ഇതിന്റെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന പേജ് ഇതാണോ? എക്സോട്ടിക് പേജ് അല്ല. How much is PIP worth? പിപ്സ് പിപ്പറ്റ് പറയും. പിപ്പറ്റ് എന്ന് പറയും. ഇപ്പൊ നമ്മളൊരാൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഇതിലത്തെ കണ്ടോ, ഇപ്പൊ EURUSD കണ്ടോ, അതിന്റെ പ്രൈസ് പറയാൻ എങ്ങനെ പറയാം നമ്മള്? അതിന്റെ പ്രൈസ് പറയാൻ എങ്ങനെ പറയാ? 1.19565 അങ്ങനെ പറയേണ്ടി വരും അല്ലേ? നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സ്റ്റോക്സ് പറയുമ്പോൾ ഇപ്പൊ മാരുതിന് ഇന്നത്തെ പ്രൈസ് എത്ര? 12,500 രൂപയാണ്. ഇത് 13,000 ആയിക്കാൻ എത്ര പോയിന്റ്സ് മൊമെന്റ് ചെയ്തു? 500 പോയിന്റിന് ഡിഫറൻസ് വന്നു പറയാം അല്ലേ? ഇത് ശരിക്കും ഇത് 500 പോയിന്റ് ഡിഫറൻസ് വരില്ല ഒരിക്കലും. ഒരു പെയറിൽ 500 പോയിന്റ് ഡിഫറൻസ് ഒരിക്കലും വരില്ല. ഇതിൽ ഈ യെല്ലോ കണ്ടോ, ഇത് 10, ഇത് 5 1 10 ആയി കഴിഞ്ഞാൽ ഈ 6 ഉള്ളത് 7 ആവും. അപ്പൊ ഇതിന് നമ്മൾ പിപ്സ് ആൻഡ് പിപ്പറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ JPY കറൻസി വെച്ച് ബാക്കി എല്ലാ കറൻസിയിലും USD JPY, EUR JPY, GBP JPY, USD JPY, ഈ JPY വരുന്ന എല്ലാ കറൻസിയിലും പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനം വരുന്നത്, പോയിന്റ് കഴിഞ്ഞിട്ട് 4ാമത് വരുന്നതാണ് പിപ്സ് പറയും. പിപ്സ് പോയിന്റ് കഴിഞ്ഞിട്ട് അവസാന സംഖ്യയാണ് പിപ്പറ്റ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പണ്ടത്തെ കാലത്ത് ബൈക്ക് ഓടിച്ചിട്ടില്ലേ, സൂചി വരുന്നത് അതിൽ 1 10 ആയല്ലേ ആ കിലോമീറ്റർ 1 ആവുള്ളൂ അല്ലെ? ആ 1 10 ആവുന്നതാണ് പിപ്പറ്റ്. 1 10 ആകുമ്പോ ഇപ്പുറത്ത് 1 കിലോമീറ്റർ 1 2 ആവില്ലേ? അതാണ് പിപ്സ്. അതാണ് പിപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് കിട്ടിയിട്ടല്ലോ, അത് മേ ബി ചാർട്ടിൽ കാണിച്ചു തരാൻ പറ്റും. ചാർട്ടിൽ നമ്മൾ ട്രേഡ്സ് എടുക്കുമ്പോൾ ഇത് എത്ര, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, ഇത് അഥവാ SL ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അഥവാ TP ആവുകയാണെങ്കിൽ എത്ര പ്രോഫിറ്റ് വരും അല്ലെങ്കിൽ എത്ര ലോസ് വരും, നിങ്ങൾക്ക് ഉള്ളിൽ ക്വസ്റ്റ്യൻ വരും. എപ്പോഴും എല്ലാവരും ട്രേഡ്സ് എടുക്കുമ്പോൾ ട്രേഡിംഗ് പഠിക്കണം, നമ്മളെല്ലാവരും പൈസയ്ക്ക് വേണ്ടി ട്രേഡിംഗ് പഠിക്കുന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ചാർട്ട് അനാലിസിസ് നമ്മൾ ട്രേഡ് ബൈ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അവിടെയാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ JPY എന്തോ സംഭവം? ജാപ്പനീസ്. ഓക്കെ, ജപ്പാൻ കറൻസിന്റെ. അപ്പൊ അതിൽ നമുക്ക് ഉണ്ട് അതിലിങ്ങനെ ഒരു ഫസ്റ്റ് 3 ഡിജിറ്റ് കഴിഞ്ഞാൽ അതിൽ പോയിന്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ പോയിന്റ് JPY കറൻസിയിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2ാമത് വരുന്ന സംഖ്യയാണ് പിപ്പ്, 3ാമത് വരുന്ന സംഖ്യയാണ് പിപ്പറ്റ്. ബാക്കി JPY കറൻസി വെച്ച് ബാക്കി എല്ലാ കറൻസിയിലും പോയിന്റ് കഴിഞ്ഞിട്ട് 4ാമത്തെ പിപ്പും 5ാമത്തെ പിപ്പറ്റുമാണ് വരുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് മിനിറ്റ്, ജസ്റ്റ് സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യണ്ടേ. ഇതില് ഈ ഫസ്റ്റുള്ള ബ്രോ പേരെന്തായിരുന്നു? ലൈജു. സാറ് വേറെ ഫോൺ കയറിയതാണോ? ഞാൻ ഡെസ്ക്ടോപ്പിൽ കയറിയതാണ്. വെറുതെ. ഓക്കെ. പേര് ഇത് മാറ്റം ചോദിച്ചാണ്. ഓക്കെ. ലൈജു ബ്രോ ഇന്നത്തെ ക്ലാസ് പ്രീവിയസ് ക്ലാസ് കേട്ടിട്ടില്ല എന്ന് മനസ്സിലായി. ഇന്നത്തെ ക്ലാസ് ഓക്കെ എടുത്തത് മനസ്സിലായിട്ടില്ലേ? ഞാനും സംഗതി ബേസിക്കലി ഒരു വലിയ ടീച്ചറല്ല സംഗതി. ഞാനും ഒരു ട്രേഡറാണ്. 4-5 കൊല്ലമായിട്ട് മേഖലയിൽ നിൽക്കുന്നു. ഒരു ടീച്ചർ ഒരിക്കലും കിട്ടത്തില്ല. ഓക്കെ. എബ്രോയുടെ പേര് കിട്ടിയില്ല. പേരെന്തായിരുന്നു? ഇപ്പുറത്തെ ഈ സാറിന്റെ പേര് iPhone 2 പേര് കൊടുത്തിരിക്കുന്നത്. iPhone 2 ടോണി. ഓക്കെ. ബ്രോനെ ക്ലാസ് തന്നെ ഓക്കെ ആയിരുന്നോ? ക്ലാസ് കുഴപ്പമില്ല. ഞാൻ അത് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. കാര്യം നമ്മള് ലൈവില് കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, കാര്യം എന്റെ ഡൗട്ട് ആയിരിക്കത്തില്ല അടുത്തൊരാൾ. അപ്പൊ ഈ എല്ലാ ഡൗട്ട്സും കൂടെ വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും ഓരോ കാര്യങ്ങൾ. ടോണിയുടെ പല ഡൗട്ടുകളും ഞാൻ നോക്കിയിട്ട് അത് എനിക്ക് യൂസ്ഫുൾ ആണത്. അതെല്ലാവർക്കും തന്നെ. അതെല്ലാ ബാച്ചിലും നമ്മുടെ കുട്ടികളെ തന്നെ നമ്മൾ ചോദിക്കുന്ന പല ഡൗട്ടും ഒരു സ്റ്റുഡന്റ് കയറി ചോദിക്കുന്നുണ്ടാവും അല്ലേ? അതുപോലെ ഇപ്പൊ ടോണി ബ്രോ ഈ ബാച്ചില് എല്ലാ ഡൗട്ട്സും ചോദിക്കുന്നുണ്ട്.
കാര്യം എന്നെ സംബന്ധിച്ചേ നമ്മൾക്ക് ഒരു സംശയം വരുമ്പോ അത് അന്നേരം അത് ക്ലാരിറ്റിയോടുകൂടി അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നമുക്കത് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുമല്ല, അതിൽ മെയിൻ നെഗറ്റീവ് എന്താ അറിയോ, ഇതിലത്തെ ഓരോ ആൾക്കാരും പൈസ പോട്ടെ, പൈസേനേക്കാളും മെയിൻ സമയം ടൈം കൊടുത്തിരിക്കുന്നല്ലേ. പിന്നെ നമുക്ക് ഇവിടെ ശരിക്കും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നതാ. അപ്പൊ അതിനിടയ്ക്ക് പിന്നെ ഫാമിലി ടൈം ഉണ്ട്, നമുക്ക് ചൈൽഡ് കെയറും കാര്യങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ നമുക്ക് ഈ പിള്ളേരെ സ്കൂളിൽ വിടണം. രാവിലെ 5:30 ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് 1 മണിക്കൂറാണ് ഉറങ്ങിയത്. അത് കഴിഞ്ഞ് പിള്ളേരുടെ കാര്യങ്ങളായിട്ട് പോയി. ഇതുവരെയായിട്ടും നമ്മള് വീട്ടില് ജസ്റ്റ് വന്ന് കേറിയിട്ടുള്ളൂ. ഞാൻ ബ്രിസ്റ്റോളിലാണ്. ഞാൻ മാഞ്ചസ്റ്ററില്. ആഹാ, ഞാൻ മാഞ്ചസ്റ്ററിലല്ല, ഞാൻ ഹഡേഴ്സ്ഫീൽഡിൽ വരുന്നുണ്ട്. ഞാൻ മിക്കവാറും വരുന്ന ഞായറാഴ്ച ഞാൻ അവിടെ ഉണ്ടാവും. മാഞ്ചസ്റ്ററിന്റെ അടുത്തൂടെ പോകുന്ന ഞാൻ എനിക്ക് ക്ലാസ് ഞാൻ ഇതിന്റെ ഈ സബ്ജക്ട് ഫസ്റ്റ് ടൈമാണ് കേൾക്കണേ, അതുകൊണ്ട് അതിൻ്റെതായ ഇതുണ്ട്. പക്ഷെ ഇയാൾ എടുക്കുന്ന ക്ലാസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ക്ലാസ് നല്ലതാണ്. പക്ഷെ ഇതിപ്പോ പറഞ്ഞ പോലെ അതെ, അത് കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് അതിന്റെ ഇതൊന്ന് ലിങ്ക് അയച്ചു തരായിരുന്നെങ്കിൽ കാര്യം എനിക്ക് നമ്മള് ഇതിൽ കേറുമ്പോഴത്തേക്കിന് ഈ ചാർട്ടും ഇതെല്ലാം വരുന്നില്ലേ, ഇത് കാണിക്കുന്നത് ഇത് എവിടുന്നാണ് നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ പ്രോബ്ലം. കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് ക്ലാസ് കണ്ടില്ല. അപ്പം അവിടെ ഇരുന്ന് തന്നെ സിസ്റ്റത്തില് പ്ലേ ചെയ്യുമ്പോഴത്തേക്കിന് ഓരോ ഇതും ക്യാപ്ഷൻസും എടുത്ത് ഇടുമ്പോ നമുക്കറിയത്തില്ല ഇത് എവിടുന്ന് എന്താണ് ചെയ്യുന്നത്, എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും കുറെ അഡ്വാൻസ്ഡ് ആയിട്ട് പോയോ, അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് പോയോ. അല്ല, സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്കിന് എനിക്ക് എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടോ, അപ്പൊ അതായിരുന്നു എന്റെ ഡൗട്ട്. ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത് അതാണ്. കാര്യം ആ സ്ക്രീൻ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, ആ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തുനിന്ന്